ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാതനിക്കുണ്ട്. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാതനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസംഭവമായി യാതനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസംഭവമായി യാതനിക്കുണ്ട്. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നും. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിലേക്ക് കടന്നു വരാൻ വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ തരികയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാ പ്രവചനം 12:5. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? നിത്യനായ ദൈവം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എന്ത് ചെയ്യും? യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? യോർദാൻ്റെ വൻകാട് എന്ന് പറയുന്നത് മരണക്കിടക്കയെക്കുറിച്ചാണ്. ആ യോർദാൻ്റെ മരണക്കിടക്ക്, അവിടെ നീ എന്ത് ചെയ്യും? ആര് നിന്നെ സഹായിക്കും? നിത്യതയിലേക്ക് നിനക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? ഈ ഭൂമിയിൽ നിനക്കൊരു ആയുസ്സ് ദൈവം തന്നു. ആ ആയുസ്സ് നിൻ്റെ ആത്മാവിനെ നീ കരുതാതെ ജീവിച്ചു. സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചു. നിനക്ക് പല ന്യായങ്ങളൊക്കെ കാണും. ഇവിടെ സഹജമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പഴയ കാലത്ത് പട്ടാളത്തിൽ കാലാൾപ്പടയുണ്ട്, കുതിരപ്പടയുണ്ട്. നടന്നു പോകുന്ന പട്ടാളക്കാരുണ്ട്, കുതിരപ്പുറത്ത് പോകുന്ന പട്ടാളക്കാരുമുണ്ട്. കാലാൾപ്പട നടന്നു പോകുമ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇവിടെ പറയുന്നു, കാലാളുകളോട് നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിച്ചോടും? പ്രയാസമുള്ള കാലം വരാൻ പോവുകയാണ്, കഷ്ടകാലങ്ങൾ വരാൻ പോവുകയാണ്. ഭൂമിയിലെ കഷ്ടകാലങ്ങളുണ്ട്, ഭൂമിയിലെ ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമുള്ള കാലമുണ്ട്. ആരും സഹായിപ്പാൻ മുന്നോട്ട് വരാത്ത ചില കാലങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നീ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നേ? ദൈവത്തിന് സ്തോത്രം. ഒരു വേദനയുടെ ശബ്ദമാണ്. എത്ര പ്രതീക്ഷയോടാണ് ദൈവം ഇസ്രയേലിൻ്റെ മുഷ്ടിയിൽ നിന്ന് ആ ജനത്തെ വിടുവിച്ച് കൊണ്ടുവന്ന്. തനിക്കെന്നും സ്വന്തമായൊരു ജനം വേണമെന്നുള്ളത് കൊണ്ട് ആ ജനത്തെ അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ദൈവത്തിന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ ജനം, ഞാൻ അവരുടെ ഇടയിൽ നടക്കുകയും
അവരെനിക്ക് ജനവും ഞാൻ അവർക്ക് പിതാവുമായിരിക്കും. അവരൊരു വിശുദ്ധ ജനമായിരിക്കണമെന്ന് ദൈവത്തിന് വലിയ നിർബന്ധമാണ്. പരിസരത്തുള്ള ജാതികളെ പോലെ ആകാൻ ഒരിക്കലും അവർ പാടില്ല. അബ്രാമിനോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നിൽ കൂടി ഒരു ശ്രേഷ്ഠ സന്തതിയെ ഞാൻ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണത്. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ നമുക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. അത്രമാത്രം പിശാച് ഓരോ മനുഷ്യനെയും മയക്കിയെടുക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിലും അതിനെതിരായി പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തി ഓരോ മനുഷ്യൻ്റെ മേലും വ്യാപരിക്കുന്നുണ്ട്. ആ വ്യാപാരത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഭൂമിയിലെ ജീവിതത്തിൽ എത്ര പേരുണ്ടെന്നുള്ളതാണ് ദൈവം ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അറ്ററ്റ് പോവുകയാണ്. വലിയൊരു കൂട്ടം ജനത്തെ വിളിച്ചു കൊണ്ടുവന്നു, ശരിയാണ്. പക്ഷേ കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജാതികളോട് അവർ പിന്നെയും ഇടകലർന്നു. ദൈവം എത്ര ശ്രമിച്ചാലും മനുഷ്യൻ്റെ പ്രവണത പാപത്തിലേക്ക് പോകാനാണ്, ലോകത്തിലേക്ക് പോകാനാണ്, ജഡ ഇമ്പങ്ങളിൽ രസിക്കാനാണ്, ലോക സുഖങ്ങൾ ആസ്വദിക്കാനാണ്. അത് മനുഷ്യ പ്രകൃതമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെയും വലിയതായ ഒരു വലിയ സമാധാനവും സന്തോഷവും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് അധികം പേർക്കും മനസ്സിലാകുന്നില്ല. വചനമുണ്ട്, വേദപുസ്തകമുണ്ട്, വനസൂഷങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും അകത്തേക്ക് കയറുന്നില്ലെന്നുള്ളതാണ് സത്യം. അനേകർക്ക് ഇതൊരു വിഷയമല്ലാതായി മാറിയിരിക്കുകയാണ്. കാര്യം കേൾക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കൂടെ ദൈവം എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് അധികം പേരും ചിന്തിക്കാറില്ല. ഇവിടെ നിന്നാണ് പറയുന്നത്, നീ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എൻ്റെ മരണക്കിടക്കയിലേക്ക് നീ കടന്നു വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്നിൽ ശത്രു അവകാശം പറഞ്ഞു കൊണ്ട് വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യോബിൻ്റെ ജീവൻ തന്നെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. യോബിന് ഒരു സ്വയത്തിൻ്റെ ഒരു വ്യാപാരം ഉള്ളതാണ് യോബിൻ്റെ പ്രശ്നം. അതിൽ പിടിച്ചുകൊണ്ട് പിശാച് കയറി വന്നിട്ട് ദൈവത്തോട് വാദിക്കുകയാണ്. നീ അവന് മതിൽ കെട്ടി സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആത്മീയനായി നിൽക്കുന്നത്. അവൻ്റെ ഭൗതിക സുഖങ്ങളൊക്കെ നീ ഒന്ന് മാറ്റിക്കേ, അവൻ നിന്നെ തള്ളിപ്പറയും. സാധാ മനുഷ്യൻ്റെ പ്രകൃതം. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം അത് അവൻ്റെ ആ ഭൂമിയിലെ സുഖസൗകര്യങ്ങൾ മുഴുവൻ അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പോൾ പിശാച് പറഞ്ഞാൽ അനുസരിക്കാനുള്ളതേ ഉള്ളൂ ദൈവം. അതെ, അങ്ങനെയാണ്. മനുഷ്യനിൽ പാപമുണ്ടെങ്കിൽ, അവൻ അവകാശമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവപൈതലായിട്ട് ദൈവത്തിന് അധികനാൾ അവനെ സൂക്ഷിച്ചു നടക്കാൻ പറ്റില്ല. അപവാദി ദൈവസേനയിൽ ചെന്നിട്ട് അവനെക്കുറിച്ച് അവകാശം പറയുന്ന സത്യമാണെങ്കിൽ ദൈവത്തിന് പിന്നെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ളൊരു അനുഭവത്തിൽ ഇവിടെ പറയുന്ന യോർദാൻ്റെ വൻകാടെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഭൂമിയിലെ കഷ്ടപ്പാടിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് പിടിച്ചു നിൽക്കാനാണ്? ഡോക്ടർമാർ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. അവർ കൈ ഒഴിയും. ബന്ധുമിത്രാദികൾ അല്ല, പണമുണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ. എത്ര പണമുണ്ടെങ്കിലും ഈ രോഗത്തിന് മേലെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എത്രയോ പേര് വലയുന്നു. ഈ അടുത്ത കാലത്ത് അനേകർ വിളിക്കുന്നുണ്ട്, എനിക്ക് ക്യാൻസർ രോഗമാണ്, 4ാമത്തെ സ്റ്റേജാണ്, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് പറയുന്നത്. എന്തു പറയും അവരോട് ആത്മീയം പറയാൻ പോയാൽ അവർ ഒന്നുകൂടെ ഡൗണായി പോയില്ലേ? അവർക്കതൊന്നും ആ സമയത്ത് കേൾക്കാൻ പറ്റില്ല. അവർക്ക് എങ്ങനെയും സൗഖ്യം കിട്ടണം, അതാണ് വിഷയം. ആ സമയത്ത് ആത്മാവിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്താൽ അവരുടെ അകത്തോട്ട് കയറില്ല. പിന്നെ അവർ നിരാശയിലേക്ക് പോവുകയുള്ളൂ. അതിനല്ലെങ്കിൽ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരിക്കണം. വചനം കേൾക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായിരിക്കണം. എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് വെപ്രാളപ്പെടുന്നൊരു സമയമാണ്. പ്രതീക്ഷിക്കാതെ വരുന്നു, മരണം അടുത്തു വരുന്നു. എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, വളരെ വിഷമം പിടിച്ചൊരു സമയമാണത്. എന്നാൽ നല്ല കാലത്ത് ആരും നോക്കുന്നുമില്ല. നല്ലൊരു കാലമുണ്ട് ഭൂമിയിൽ, അനേക വർഷം. ബാല്യകാലമുണ്ട്, നല്ല കാലമാണ്. യൗവനകാലമുണ്ട്, അതിനേക്കാൾ നല്ല കാലമാണ്. മധ്യവയസ്സുണ്ട്. ലോകത്തിലെ പലതും വെട്ടിപ്പിടിച്ച ഒരു നല്ല സൗഭാഗ്യത്തിൻ്റെ ഒരു കാലമുണ്ട്. അതെല്ലാം കൊള്ളാം, നല്ല കാലം. നല്ല കാലങ്ങൾ, ദീർഘമായൊരു കാലം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബുദ്ധിയുള്ള കാലം, ചിന്തിക്കാൻ പറ്റിയ കാലം, ദൈവത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റിയ കാലം, വചനം കേൾക്കാൻ പറ്റിയ കാലം,
വചനം ഗ്രഹിക്കാൻ പറ്റിയ കാലം, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെത്താൻ ചിന്തിക്കാൻ പറ്റിയ കാലം, ആർക്കും പിടികിട്ടാത്ത ക്രൂശിൻ ചൂട്ടിലേക്ക് ചെന്നിരിക്കാൻ പറ്റിയ ഒരു കാലം. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ക്രൂശിൻ ചുവട്, ദൈവസ്നേഹം ആടി വിളിക്കുന്ന ക്രൂശിൻ ചൂട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെന്ന് അറിയാൻ ആവലോടെ കാത്തിരിക്കുന്ന നിത്യനായൊരു ദൈവം. എൻ്റെ പുത്രൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് ആരെല്ലാം വരുന്നുണ്ട്, ആരെല്ലാം അവർക്ക് പാവബോധം കിട്ടിയവരുടെ പാപങ്ങളെല്ലാം കുടഞ്ഞിടുന്നുണ്ട്, ആരെല്ലാം തിരക്തത്തിൻ്റെ ആ കഴുകലിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ആരൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കൊതിക്കുന്നവരുണ്ട്. എൻ്റെ ദൈവത്തെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല, എൻ്റെ ദൈവത്തിന് ഒരാശ്വാസം എന്നാലാവുന്ന കൊടുക്കണം. അവൻ്റെ കാൽപാദങ്ങൾ ഇരുന്നു കൊണ്ട്, കർത്താവേ, വർഷങ്ങൾ ഞാൻ നിന്നെ മറന്നുപോയ കാലങ്ങളാണ്, ഞാൻ നിന്നെ വിട്ടുപോയ കാലങ്ങളാണ്, മുടിയമ്പുത്രനെ പോലെ ഇറങ്ങിപ്പോയൊരു കാലമാണ്, ശത്രുവിന് എന്നെ തന്നെ വിറ്റുകൊടുത്തൊരു കാലമാണ്, ഞാൻ നിന്നെ വേദനിപ്പിച്ചു, ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു, ഞാൻ നിന്നെ കരയിപ്പിച്ചു. കർത്താവേ, പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന എത്ര പേരുണ്ട്. നല്ല കാലത്ത്, കഷ്ടതയുള്ള കാലമല്ല, രോഗമുള്ള കാലമല്ല, പ്രതികൂലം കിടന്ന നടുവിലല്ല, മരിക്കാൻ പോകുന്ന അറിയുന്ന സമയത്തല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതികൂലം മനുഷ്യനെ ഗ്രഹിക്കുമ്പോൾ ദൈവത്തെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, ദൈവത്തെ വിളിക്കുകയാണെങ്കിൽ ആ പ്രതികൂലം മാറിക്കിട്ടാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത്, ആത്മാവിന് വേണ്ടി ആയിരിക്കത്തില്ല. നല്ല കാലം അത് യൗവനകാലമാണ്. നല്ല കാലം ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ദൈവത്തെ വിളിക്കാൻ നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടാൻ വേണ്ടി, ദൈവമായിട്ട് നിരപ്പാകാൻ വേണ്ടി, ദൈവത്തിൻ്റെ വേദന മാറ്റാൻ വേണ്ടി, ദൈവത്തിൻ്റെ കാഴ്ചകൂടെ നനയ്ക്കാൻ വേണ്ടി, കണ്ണുനീര് കൊണ്ട് കാഴ്ചകൂടെ നനയ്ക്കാൻ വേണ്ടി, ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടാൻ വേണ്ടി, ദൈവത്തിൻ്റെ കരം തലമേൽ വരുന്നതിന് വേണ്ടി, തിരത്തും തളിക്കപ്പെടുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി ഒരു നല്ല കാലം ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ നല്ല കാലം നിങ്ങളെങ്ങനെ ചെലവഴിച്ചു? ദൈവത്തെ നിങ്ങൾ മാനിച്ചുവോ? നിങ്ങളെ നോക്കി കരയുന്ന ഒരു ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണോ ക്രൂശിൽ മരിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ആ രക്തം ഗുണകരമായി സംസാരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാറുണ്ടോ? നിങ്ങൾ പറയുന്നു ഇതാരെ കൊണ്ട് സാധിക്കുമെന്ന്, അല്ലേ? ഇതാരെ കൊണ്ട് സാധിക്കുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യെരമ്യാപ്രവചനം തന്നെ പറയുന്നുണ്ട്, കൂശിന് തൻ്റെ ത്വക്ക് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല, ഒരു മനുഷ്യർക്കും പറ്റില്ല. പുള്ളിക്കുന്നതിൻ്റെ പുള്ളി അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു, ദോഷം ശീലിച്ച നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. എന്തായി പറയണത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി പറയുകയാണ്, ലോകത്തിലെ കാര്യങ്ങൾ വെച്ച് പറയുകയാണ്, നിനക്കത് സാധിപ്പിച്ച് ഞാൻ തരും. നീ എൻ്റെ അടുക്കലേക്ക് വന്നാൽ, നിൻ്റെ കഴിഞ്ഞ കാലങ്ങളോട് യാത്ര പറഞ്ഞാൽ, നിനക്ക് വന്ന തെറ്റിനെക്കുറിച്ച് നീ അനുതപിച്ചാൽ, മേലിൽ വരില്ലെന്ന് നീ തീരുമാനിച്ചാൽ, പിശാചിനോട് നീ യാത്ര പറഞ്ഞാൽ, നിന്നെ ഞാൻ രക്ഷിക്കും, നിൻ്റെ സ്ഥിതി ഞാൻ മാറ്റും. നിൻ്റെ മരണക്കിടക്ക ശോഭനമായിരിക്കും. ഞാൻ നിൻ്റെ കൂടെ കഴിയും. ഞാൻ നിൻ്റെ കരം പിടിക്കും. ഞാൻ നിൻ്റെ തലമേൽ കരം വെക്കും. ഞാൻ നിനക്ക് എൻ്റെ സാന്നിധ്യം തരും. നീ ഏകനായിരിക്കത്തില്ല, നീ ഭാരപ്പെടുകയില്ല, നീ ഭയപ്പെടുകയില്ല, നിനക്ക് ഏകാന്തത വരികയില്ല. നിൻ്റെ നാവ് ചലിച്ചുകൊണ്ടിരിക്കും, നിൻ്റെ ആത്മാവ് ഉയരത്തിലേക്ക് എനിക്ക് പറന്നുകൊണ്ടിരിക്കും. ആ സമയത്താണ് നിൻ്റെ മരണം വരുന്നുണ്ടെങ്കിൽ നീ എന്തിനു ഭാരപ്പെടണം? നിനക്കുള്ളതെല്ലാം നീ എനിക്ക് തന്നതല്ലേ? നിൻ്റെ ആയുസ് നീ എനിക്ക് വേണ്ടി തന്നു. അനേകരെ സുഖിച്ച് വളച്ചു ജീവിക്കുമ്പോൾ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ മനഃപൂർവ്വം നിത്യനായ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. എല്ലാവരും ഒരുപോലെ വെറുക്കുന്നവൻ്റെ പിന്നാലെ നീ ഇറങ്ങിത്തിരിച്ചു. എനിക്ക് നിന്നോട് ആ മാന്യതയുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തൊന്ന് ചിന്തിക്കണമേ. ഒരായുസല്ലേ ഉള്ളോ? അത് ഏറിയോ കുറിയോ ഒക്കെ ഇരിക്കുമായിരിക്കും. ആ ചെറിയ ആയുസ്സിൽ നീ ദൈവത്തെ കണ്ടെത്തുവോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു മരണക്കിടക്കയുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പേടിപ്പിക്കുകയൊന്നും അല്ല, ആരെയും പേടിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ആത്മീയ അങ്ങനെ പേടിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യവുമല്ല. പക്ഷെ ദൈവസ്നേഹം മാടി വിളിക്കുകയാണ്, അങ്ങനെ കഷ്ടകാലങ്ങൾ വരാൻ പോവുകയാണ്. സംഹാരദൂതനടുത്ത് വരുന്നൊരു കാലമുണ്ട്, നിന്നെ തേടി വരുന്നൊരു കാലമുണ്ട്, നീ അന്താളിച്ചു പോകുന്നൊരു കാലമുണ്ട്, നിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്നും ചെയ്യാൻ വയ്യാതെ മാറി നിൽക്കുന്ന ഒരു കാലമുണ്ട്. നീ സമ്പാദിച്ച പണവും, നീ സമ്പാദിച്ച സ്വത്തും, നീ സമ്പാദിച്ച ഈ ലോകത്തിലെ സകലതും നിന്നെ കൊഞ്ഞനും കുത്തി കാണിക്കുന്ന ഒരു സമയം നിനക്ക് വരും. ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുമ്പോൾ ഞാൻ മാത്രമേ നിൻ്റെ കൂടെ കാണുകയുള്ളൂ. നിൻ്റെ യൗവനകാലത്തിൻ്റെ ജീവിതം എനിക്ക് തന്നാൽ
എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പകാലത്ത് യൗവനകാലത്ത് ഈ ജീവിതം കർത്താവിന് കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അന്നൊന്നും ഇത്രയും ഗൗരവമൊന്നും ചിന്തിച്ചിട്ടല്ല. എനിക്കൊരു കാര്യം അറിയാമായിരുന്നു, ഒരു സത്യ ദൈവമുണ്ട്. ഞാൻ വേദപുസ്തകം വായിക്കാറുണ്ടെങ്കിൽ എനിക്കൊന്നും ഗ്രഹിക്കാറില്ല, എനിക്കതൊന്നും മനസ്സിലാകാറില്ല. ഇതൊന്നും അനുസരിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. എന്തോ ഒരു ഭയം, ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ മറികടന്നു പോകുന്നത് ശരിയല്ലെന്നൊരു ബോധം എൻ്റെ ഉള്ളിൽ ചെറുപ്പകാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനേക പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ശത്രു എന്നെ കീഴടക്കി എന്നുള്ളത് സത്യമാണ്. ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവനാണെന്ന് കണ്ടതുകൊണ്ട് പിശാച് എന്നെ അതുപോലെ വലച്ചു. എനിക്ക് ആത്മീയ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം മടുത്തില്ല, എൻ്റെ ദൈവം നിരാശപ്പെട്ടില്ല, അവൻ എന്നെ കൈവിട്ടില്ല. എൻ്റെ ഒന്നുമില്ലായ്മ അവൻ മനസ്സിലായിക്കൊണ്ട് സകലതും വഹിച്ചും ക്ഷമിച്ചും പുറത്തും എന്നോട് ദീർഘക്ഷമ കാണിച്ചിട്ട് ഒരു ദൈവശബ്ദം കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ ശബ്ദം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ക്രിസ്തു നിങ്ങളെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടാൽ പിന്നെ നിങ്ങൾക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആദ്യ സ്നേഹം നമുക്ക് തരില്ലേ? ജീവിതം കർത്താവിൻ്റെ കരങ്ങളെ കൊടുത്താൽ സംഭവിക്കുന്നത് സ്വർഗത്തിൻ്റെ ആ വലിയ സ്നേഹം മനുഷ്യനിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ദൈവമുണ്ടെന്നും എന്നെ കരുന്നൊരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ പാപം കണക്കിടാത്തൊരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ സ്വീകരിക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ മേൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വന്നു വാർക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പഠിച്ചൊരു പാഠമാണ് പ്രിയർ, അതാണ് ആദ്യ സ്നേഹം. നല്ല അനേകർ ആദ്യ സ്നേഹം കിട്ടി, അത് എൻജോയ് ചെയ്തു, അതിന് വില കൊടുക്കാതെ എവിടെ നിന്ന് കിട്ടിയതാണ്, ആര് തന്നതാണ്, എങ്ങനെ കിട്ടിയതാണ്, ഇത് നിലനിൽക്കില്ലയോ, ഇതൊന്നും ചിന്തിക്കാതെ അത് തൂകിക്കളഞ്ഞിട്ട് പഴയ പോലെ ജീവിച്ചവരുണ്ട്. പിന്മാറിപ്പോയവരാണ് അനേകരും ഉള്ളവർ. എന്നാൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം, കടുത്ത പ്രയാസത്തിലും ഭാരത്തിലുമാണെങ്കിലും നിരാശപ്പെടാതെ, കർത്താവേ നീ എന്നെ മാനിച്ചൊരിക്കലും എനിക്ക് ദൈവസ്നേഹം തന്നതല്ലേ, എനിക്കിത് മടക്കി തരണമേ എന്ന് നിലവിളിക്കുന്ന എത്ര പേരുണ്ട്. എനിക്കിത് മടക്കി തരണമേ, ഇരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കുന്നവരാണ് അനേകരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്, പാപം കണ്ടുപിടിച്ച് നിലവിളിക്കുന്ന എത്ര പേരുണ്ട്, ലഭിച്ചല്ലാതെ ഞാൻ അടങ്ങില്ല എന്ന് തീരുമാനമുള്ള എത്ര പേരുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്, പാപം കണ്ടുപിടിച്ച് ഇതെനിക്ക് വേണ്ടാന്ന് വ്യക്തമായ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾക്കിത് കിട്ടും. നിങ്ങളുടെ മരണക്കിടക്കയിൽ അവൻ നിങ്ങളെ വിട്ടിട്ട് പോവുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ മാറ്റം വന്ന് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ലോത്തിൻ്റെ ഭാര്യ നമുക്കറിയാം. അതിമനോഹരമായ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒരു മനുഷ്യനാണ് ലോത്ത്. ജ്യേഷ്ഠൻ്റെ മകനാണ്. അബ്രഹാമിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. അബ്രഹാമിൻ്റെ ദൈവത്തെ കണ്ടവനാണ്. അബ്രഹാമിൻ്റെ സ്നേഹം ഒരു പരിധി വരെ രുചിച്ചറിഞ്ഞവനാണ്. എന്നാൽ ഈ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സോദോമിലാണ് അവിടെ ഒരു ഭാര്യയെ കിട്ടി. ഈ ലോകത്തിൽ കുറേയൊക്കെ നീതീകരണം കണ്ടിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ലോത്തിൻ്റെ ഭാര്യയാകാനാണ് ആ ഭാര്യയ്ക്ക് ഭാഗ്യം ലഭിച്ചത്. നാളുകൾ കൂടെ ജീവിച്ചു, ഒരു മാറ്റവും ഉണ്ടായില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളതുകൊണ്ടും മാറ്റം വരണമെന്നൊന്നുമില്ല കേട്ടോ. അത് അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. നാളുകൾ ലോത്തിൻ്റെ കൂടെ ജീവിച്ചിട്ടും ഭാര്യയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. എന്നിട്ടും അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ആ ലോത്തിൻ്റെ ഭാര്യയെ ആ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ വെളിയിൽ കൊണ്ടുവന്നു. പുറകോട്ട് നോക്കരുത്, മലയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അനുസരിക്കാൻ പറ്റിയോ പ്രിയപ്പെട്ടവരെ? പറ്റിയില്ല. കാരണം ഹൃദയം മുഴുവൻ ലോകത്തിനകത്ത് കിടക്കുകയാണ്. ലോകത്തിലെ നിക്ഷേപങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നു. ദൂതന്മാർ വെറും കൈയോടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അവൾക്ക് പുറകോട്ട് നോക്കേണ്ടി വന്നു. അവിടെ ഹൃദയം പുറകിലായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു പാഠമല്ലേ ഈ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ? ഉപ്പ് തൂണായി പോയെന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ചിന്ത അവിടെ നിർത്തും. എന്തുകൊണ്ട് ഉപ്പ് തൂണായി പോയി? എന്താണ് ഒരു കാരണം? അതിന് വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ കർത്താവേ, എനിക്ക് മനസ്സിലാക്കി തരണമേ, ഞാൻ വിടുകയാണെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? രണ്ടാമത് ഓർപ്പയെക്കുറിച്ച് അറിയാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകത്തിലെ നവോമിയുടെ 2 മക്കളിലെ ഒരു ഭാര്യയാണ് ഓർപ്പ, മറ്റേത് രൂത്ത്.
അമ്മായിമ്മയുടെ കൂടെ കുറേ നാളൊക്കെ ജീവിച്ചു. 2 പുത്രന്മാർ മരിച്ചുപോയി. നവോമിയോ വിധവയാണ്. മനസ്സിലാക്കണം. കുറേ കഴിഞ്ഞപ്പോൾ 2 മക്കളും മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നവോമി 2 മരുമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തേക്ക് പോവുകയാണ്. ഓർപ്പയും വിളിച്ചു, രൂത്തിനെയും വിളിച്ചു. 2 പേരോടും കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് ഞാൻ പോവുകയാണ്, ഇനി എനിക്ക് മക്കളൊന്നുമില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓർപ്പ കരഞ്ഞു, അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് അവളവിടെ വാട്ടിന് പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ രൂത്ത് പറയുന്നുണ്ട്, ഇല്ലില്ല, ഞാൻ പോവുകയില്ല. ഞാൻ നാളുകൾ നിൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്നെ സ്നേഹിക്കുന്നതും നീ സ്നേഹിക്കുന്നതുമായ ദൈവത്തെ ഞാൻ മനസ്സിലായി. നിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. നിൻ്റെ കൂടെ ജീവിച്ചാൽ എൻ്റെ ഭാവി സുരക്ഷിതമാണ്. എനിക്ക് ഭർത്താവില്ല, ശരിയാണ്, ഒക്കെ ശരിയാണ്. എങ്കിലും ആ കുറവ് ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കണ്ടിട്ടില്ല. നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ എനിക്കും വേണം. ഞാൻ ജാതീയമായ സാഹചര്യത്തിൽ ജീവിച്ചവളാണെങ്കിലും എനിക്കും മാറാൻ പറ്റും. അവൾ ആ ചിന്തിച്ച് എന്തൊരു അത്ഭുതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൾക്ക് എന്തെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കാമായിരുന്നു. എന്നാൽ അവൾ പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ എവിടെ പാർക്കും, ഞാൻ അവിടെ പാർക്കും. നീ എവിടെ മരിക്കും, ഞാൻ അവിടെ മരിക്കും. നിന്നെ വിട്ടു പിരിഞ്ഞിട്ട് ഒരു പരിപാടിയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. പുറജാതി പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സമർപ്പണം എടുക്കാൻ പറ്റിയെങ്കിൽ ക്രിസ്ത്യാനികളായ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? എൻ്റെ യേശുവിനോട് ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കും. എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും, എന്തെല്ലാം കഷ്ടത വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ലോകം എന്നെ ദുഷിച്ചാലും. അല്ല, നവോമിയുടെ കാര്യം കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ നവോമിയുടെ ദൈവമുണ്ടെന്ന് പറയുമോ? ഇത്രയും കടിച്ചു വന്നു, ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു. നാലോചിച്ച് നോക്കിയേ, ആരെങ്കിലും പറയുമോ? ലോകം മുഴുവൻ പറയും ശാപമാണ്, അവൾക്ക് ദൈവമില്ല, ഒന്നുമില്ലെന്നൊക്കെ പറയും. പറഞ്ഞോട്ടെ, സാരമില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് സ്തോത്രം, രൂത്തിന് മനസ്സിലായി ഈ വലിയ നിധി ഈ അമ്മായിമേലുണ്ട്. അമ്മായിമ്മ സേവിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ചേർന്ന് നിന്നാൽ എനിക്കും കിട്ടുമെന്ന് മനസ്സിലായി. എൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കും. ഭാവി സുരക്ഷിതമാക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആ പെൺകുട്ടി യൗവനക്കാരത്തി പെൺകുട്ടിയല്ലേ? എന്നും തോരാ കണ്ണുനീരോടെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. ഭർത്താവ് മരിച്ചുപോയി, ആശ അറ്റുപോയി. ഒരു പ്രായമായ അമ്മയമ്മയുടെ കൂടെ എന്ത് ജീവിക്കാനാ, എന്ത് സന്തോഷിക്കാനാ? പക്ഷേ അതിനപ്പുറം അവൾ കണ്ടു. അവിടെ ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കാണുന്ന ലോകം നശ്വരമാണ്. ഇത് നശിച്ചു പോകുന്ന ലോകമാണ്. ഇത് പിശാചിൻ്റെ കെണിയുള്ള ലോകമാണ്. എന്നതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു ആത്മലോകമുണ്ട്. അവിടെ ഒരു രാജാവുണ്ട്, ഒരു രാജാവുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ മാടി വിളിക്കുന്നുണ്ട്. അവൻ്റെ മൃദുസ്വരം ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ലോകം എന്തും പറയട്ടെ, എൻ്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. രൂത്തെടുത്ത തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ? നിങ്ങളുടെ ആത്മാവ് രക്ഷപ്പെടും. നിങ്ങളുടെ മരണക്കടക്ക ശോഭനമായിരിക്കും. മൂന്നാമത്തെ ഒരു കഥാപാത്രമാണ് ഗേഹസി എന്ന് പറയുന്ന ഒരാൾ. എലിശയുടെ ശക്തിയേറിയ പ്രവാചകൻ്റെ ശിഷ്യനായി വർഷങ്ങൾ കൂടിക്കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അടുത്ത എലിശ കഴിഞ്ഞാൽ അടുത്ത പ്രവാചകനാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ആ പ്രവാചകൻ്റെ കൂടെയാണ് ജീവിതം. ഏലിയാവിൻ്റെ കൂടെ ജീവിച്ച് ഏലിശയ്ക്ക് പ്രവാചകനാകാൻ പറ്റി. എന്നാൽ ഇതുപോലെ ഗേഹസി ഏതായാലും ശിഷ്യനാക്കാൻ ഏലിശ തീരുമാനിച്ചല്ലോ. അവിടെ ഒരു ദൈവസ്നേഹം ഇല്ലേ? അവിടെ ഒരു പ്ലാൻ ഇല്ലേ? അവിടെ ഒരു പദ്ധതി ഇല്ലേ? അവിടെ ദൈവത്തിനൊരു കാര്യപരിപാടി ഇല്ലേ? ശരിയാണ്, ഗേഹസിക്ക് പല കുഴപ്പങ്ങളുമുണ്ട്. ആ കുഴപ്പങ്ങളെല്ലാം കഴുകിയെടുത്തുകൊണ്ട് അടുത്ത പ്രവാചകനാകാൻ ദൈവം കണ്ടതാണെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഗേഹസിക്ക് ആ ചിന്ത വല്ലതും ഉണ്ടോ? നാളുകൾ പ്രവാചകൻ്റെ കൂടെ കഴിഞ്ഞിട്ടും ഒരു തരി പോലും ആത്മീയ അവൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. ഇങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്രയെല്ലാം സാഹചര്യം അനുകൂലമാണെങ്കിലും, എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നാലും, എന്തെല്ലാം അനുഗ്രഹം കിട്ടിയാലും ആത്മീയത്തിൻ്റെ ഒരു തരുമ്പ് അകത്തേക്ക് കയറുകയില്ല. ഗേഹസി പണം കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി. അവസാനം കുഷ്ഠം ബാധിച്ച് അവൻ നശിച്ചു പോകേണ്ടി വന്നു. പ്രവാചകനെ വിട്ടു പോകേണ്ടി വന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഇതിൽ നിന്ന് പാഠം പഠിക്കാനുള്ളത്? പ്രവാചകൻ്റെ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ചോണം കേട്ടോ. ദൈവാത്മാവുള്ള പ്രവാചകനാണ്. ആത്മാവ് വ്യാപരിക്കുന്ന സ്ഥലത്ത് വ്യാജവുമായി നിൽക്കരുത്, പാപവുമായി നിൽക്കരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ തീ ഇറങ്ങുന്ന സ്ഥലത്ത് പാപവുമായി വെച്ച് കളിക്കരുത്. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുമെന്നാണ് പറഞ്ഞത്.
ഈ വേദവസ്ഥ എവിടെയെന്ന് നോക്കിയാൽ അറിയാം. ദൈവത്തിന് ദീർഘക്ഷമയുണ്ട്, ശരിയാണ്. ദൈവം കരുണയാണ്, ശരിയാണ്. പാപം ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കും, ശരിയാണ്. പക്ഷെ ദൈവത്തെ കളിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ്റെ കൂടെ നിൽക്കുമ്പോൾ പ്രവാചകൻ്റെ ക്വാളിറ്റി അവൻ ഉണ്ടായിരിക്കണം. പ്രവാചകൻ്റെ ജീവിതം അവനെ സ്വാധീനിക്കണം. പ്രവാചകൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വ്യാപരിക്കണം. അവൻ ദ്രവ്യാഗ്രഹം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ ഇറങ്ങും? ഒരവസരം വന്നപ്പോൾ, പാപത്തിൻ്റെ ഒരു അവസരം വന്നപ്പോൾ അവൻ പിശാചിനോട് ചേർന്ന് പോയി. ഇത് തന്നെയല്ലേ യൂദയ്ക്കും സംഭവിച്ചത്. യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലക്കാലം നടന്നു. എന്ത് മാറ്റം അവനുണ്ടായി പ്രിയപ്പെട്ടവരെ? മാറ്റം വരാത്തൊരു അനുഭവം ഉണ്ട് കേട്ടോ. ഹൃദയം കഠിനമാക്കി കഴിഞ്ഞാൽ, ആത്മാവ് വ്യാപരിക്കുമ്പോൾ നാം താഴ്ന്നില്ലെങ്കിൽ, ആത്മാവ് വ്യാപരിക്കുമ്പോൾ ദൈവസ്നേഹത്തിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ, കർത്താവെ ഞാൻ അനുസരിച്ചോളാൻ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ഹൃദയം കഠിനമായി പോവും. ഈ യൂദയ്ക്കും പറ്റിയതാണ്. അവന് 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അവനതാണ് ഏറ്റവും വിലപ്പെട്ട നിധി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിത്യജീവനവന് വിഷയമല്ല. യേശുവിൻ്റെ ക്രൂശ് മരണം അവന് വിഷയമല്ല. യേശു ആർക്കും വേണ്ടി പടഞ്ഞു വരച്ചവനൊരു വിഷയമുള്ള കാര്യമല്ല. അവന് ഭൗതികം മാത്രം. ഒരാത്മാവിനെ അവൻ കരുതിയതേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. മൂത്തപുത്രൻ്റെ കാര്യം നമുക്കറിയാം. അപ്പൻ്റെ കൂടെ എത്രയോ കാലം ജീവിച്ചു. ഇളയ മകൻ ഇറങ്ങിപ്പോയപ്പോഴും മൂത്തപുത്രൻ ഇറങ്ങിപ്പോയില്ല. അപ്പൻ്റെ വീട്ടിൽ താമസിച്ചു, അപ്പൻ്റെ വേലയിൽ സഹകരിച്ചു, അപ്പനോട് കൂടെ കഴിഞ്ഞു. പുറമേ നോക്കിയാൽ ഇത്ര നല്ല പയ്യൻ വേറെ ആരുമില്ല. അപ്പൻ്റെ കൂടെ കഴിഞ്ഞവനാണ്, അപ്പനെ സ്നേഹിച്ചവനാണ്, എല്ലാം ശരിയാണ്. അപ്പൻ്റെ കഷ്ടപ്പാടിൽ കൂടെ നിന്നവനാണ്. ഇളയവൻ ഇറങ്ങിപ്പോയാലും അവൻ ഇറങ്ങിപ്പോയില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു മാറ്റവും അവന് വന്നില്ല. ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ തനി സ്വഭാവം വെളിയിൽ വന്നു. അവൻ വീട്ടിലേക്ക് കയറാതെ മത്സരിച്ച് ഗേറ്റിന് വെളിയിൽ നിൽക്കുകയാണ്. ആ ഇളയ മകനോട് ക്ഷമിച്ചതാണ് അവൻ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതല്ലേ മാറ്റമില്ലാത്ത സ്വഭാവം. ഒരു പ്രശ്നം വരുമ്പോൾ അറിയാം നമ്മുടെ വാശി, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ പണത്തോടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, അപ്പനോടുള്ള എതിർപ്പ്, മറുതലിപ്പ്, ഇതെല്ലാം ഒരു സാഹചര്യം വരട്ടെ, അതുവരെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. ഉപമ അവസാനിക്കുമ്പോൾ അവൻ ഗേറ്റിന് പുറത്താണെന്നുള്ള കാര്യം മറന്നു പോകല്ലേ. അപ്പൻ മാടി വിളിച്ച മകനെ നീ അകത്ത് വരാൻ പറഞ്ഞു. അവൻ വന്നോ? അവൻ വന്നില്ല പ്രിയരെ. അവൻ്റെ വാശി, അവൻ്റെ വൈരാഗ്യം, അവൻ അപ്പനോടുള്ള അവൻ്റെ പ്രതികാരം, ഇളയവനോടുള്ള പ്രതികാരം, ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. നല്ല കാലം പാഴായി കളഞ്ഞില്ലേ? നല്ല കാലം പാഴായി കളഞ്ഞില്ലേ? ദൈവസ്നേഹം മാടി വിളിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കയറാൻ പറ്റിയോ? മനഃപൂർവ്വം കയറാതിരുന്നു. ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ എന്ന് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വമാണ് സ്വർഗത്തിലേക്ക് കയറാതിരിക്കുന്നത്. വേറെ ആരും കയറ്റാതിരിക്കുന്നതല്ല. എനിക്ക് വേണ്ട, എനിക്കത് വേണ്ട, എല്ലാം വിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, യഹോവയെ കണ്ടെത്താവുന്നൊരു കാലമുണ്ട്, അവൻ അടുത്തിരിക്കുന്നൊരു കാലമുണ്ട്, അവനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റിയൊരു കാലമുണ്ട്, അവൻ പാപം കാണിച്ചു തരുന്നൊരു കാലമുണ്ട്, അവൻ പാപം ക്ഷമിച്ചു തരുന്നൊരു കാലമുണ്ട്, അവൻ ചേർത്തണയ്ക്കുന്ന ഒരു കാലമുണ്ട്, അവൻ കൃപ തരുന്ന ഒരു കാലമുണ്ട്, അവൻ നിന്നെ മാനിക്കുന്ന ഒരു കാലമുണ്ട്, അവൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു കാലമുണ്ട്, അവൻ നിൻ്റെ മേൽ ആത്മാവിനെ പകരുന്ന ഒരു കാലമുണ്ട്, എല്ലാം ക്ഷമിച്ച് നിൻ്റെ കൂടെ നടക്കുന്ന ഒരു കാലമുണ്ട്, നിന്നെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാലമുണ്ട്, നാവിൽ സ്തുതി തരുന്ന ഒരു കാലമുണ്ട്, ആത്മാവിൽ പറപ്പിക്കുന്ന ഒരു നല്ല കാലം നിനക്കുണ്ട് മകനെ. പക്ഷെ നീ അത് കളഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു കാലത്തും പിന്നെ അത് കിട്ടുകയില്ല എന്നുള്ള കാര്യം മറക്കല്ല. നിൻ്റെ മരണക്കിടക്കയിൽ നിൻ്റെ ആത്മാവിനെ പൊക്കിക്കൊണ്ടുവരാൻ വേറെ ആരുണ്ട്? യോർദാൻ്റെ വൻകാട് നിനക്ക് വരാൻ പോവുകയാണ്. മരണദൂതൻ വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നും ആവലോടെ ദൈവം വിളിക്കുകയാണ്, എല്ലാം ഞാൻ ക്ഷമിച്ചു തരാം, എല്ലാം പുറത്തു തരാം, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കയില്ല. നീ ഒന്ന് വിനയപ്പെട്, നീ എൻ്റെ അടുത്തേക്ക് ഒന്ന് വാ, ഇന്ന് പാപം ഒന്ന് ഏറ്റു പറയുക, നീ പിശാചിനോട് യാത്ര പറയുക, ഞാൻ നിന്നെ മാനിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ദൈവസ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. നമുക്ക് കീഴ്പ്പെടാം, വിനയപ്പെടാം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.